കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ കലാപം. എൻസിപി വിട്ട് ജോസഫ് ഗ്രൂപ്പിൽ ചേക്കേറിയ പ്രവാസി മലയാളി റജി ചെറിയാന് വരുന്ന തിരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് നൽകിയേക്കും. ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാമും സഹപ്രവർത്തകരും പാർട്ടി വിടുമെന്ന് സൂചന. PJ ജോസഫിനോട് തട്ടിക്കയറിയും ക്ഷോഭിച്ചും ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം. കായംകുളത്തെ പ്രവാസി മലയാളിയും റമദ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ചെയർമാനുമായ മുൻ NCP നേതാവ് റജി ചെറിയാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേരുന്നതിന് തീരുമാനമെടുത്തത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിലവിലെ ജില്ലാ പ്രസിഡന്റും കഴിഞ്ഞ 2 തവണ തുടർച്ചയായി കുട്ടനാടിൽ മത്സരിച്ച് പരാജയപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ജേക്കബ് എബ്രഹാമാണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. റജി ചെറിയാൻ കോടിക്കണക്കിന് രൂപ അഡ്വാൻസ് നൽകി ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന കുട്ടനാട് സീറ്റ് വിലയ്ക്ക് വാങ്ങിയെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. NCP സംസ്ഥാന സമിതി അംഗവും തുടർന്ന് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ റജി ചെറിയാൻ NCPയിൽ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അടുത്ത കാലത്താണ് NCP വിട്ടത്. തുടക്കത്തിൽ PC ചാക്കോയുടെ വിശ്വസ്തനായി നിലവിലെ കുട്ടനാട് MLA തോമസ് കെ തോമസിന്റെ വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ചിരുന്ന റജി ചെറിയാനെതിരെ തോമസ് കെ തോമസ് വധശ്രമത്തിലെ പരാതി വരെ നൽകിയതായി വാർത്തയുണ്ടായിരുന്നു. തന്റെ പഴയ ഡ്രൈവറെ ഉപയോഗിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ റജി ചെറിയാനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. പക്ഷേ പാർട്ടിയിൽ പ്രബല ശക്തിയായ PC ചാക്കോ മന്ത്രി ശശീന്ദ്രൻ കൂട്ടുകെട്ട് ഈ വാർത്തയ്ക്കെതിരെ രംഗത്ത് വരികയും തോമസ് കെ തോമസിനെ തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ ഇടക്കാലത്ത് PC ചാക്കോവുമായി തെറ്റിയ റജി ചെറിയാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ചേക്കേറാൻ തീരുമാനിക്കുകയായിരുന്നു. റമദ ഹോട്ടൽ എന്ന വ്യവസായ സ്ഥാപനം നടത്തുന്ന റജി ചെറിയാന് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വ്യവസായ ശൃംഖലകളുണ്ട്. ശതകോടീശ്വരനായ റജി ചെറിയാന്റെ നീക്കങ്ങൾ കുട്ടനാട് സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു വിഭാഗം കരുതുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗം മത്സരിച്ച കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ റജി ചെറിയാൻ സംഭാവന ചെയ്തിരുന്നു. ഇതെല്ലാം പാർട്ടിയിൽ കടന്നുകൂടി കുട്ടനാട് സീറ്റ് തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ജേക്കബ് എബ്രഹാമിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ജോസഫ് വിഭാഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആവശ്യമുന്നയിക്കുകയും ചെയ്യാത്ത ജേക്കബ് എബ്രഹാമിന് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും വിജയം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട വ്യക്തിയാണ്. PJ ജോസഫിന്റെയും പാർട്ടിയുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എക്കാലവും അടിയുറച്ചു നിന്ന ജേക്കബ് എബ്രഹാമിനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ അവഗണിക്കുവാൻ പുത്തൻ പണക്കാരനെ കൂട്ടുപിടിച്ച് പാർട്ടിയിലെ എക്സിക്യൂട്ടീവ് ചെയർമാനും കടുത്തുരുത്തി MLAയുമായ മോൻസ് ജോസഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ അടിത്തറ തോണ്ടുമെന്ന് പാർട്ടി ചെയർമാനെ നേരിട്ട് കണ്ട് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാമും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ജില്ലാ ഭാരവാഹികളും കഴിഞ്ഞ ദിവസം ജോസഫിനെ സന്ദർശിച്ച് ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം ചോദിക്കാതെ കുട്ടനാട് സീറ്റ് ലക്ഷ്യം വെച്ച് പാർട്ടിയിൽ ചേരുന്നതിന് അഡ്വാൻസ് പണമടച്ചു കാത്തിരിക്കുന്ന റജി ചെറിയാന് ചുവപ്പ് പരവതാനി ഒരുക്കി കൊടുക്കുവാനുള്ള മോൻസ് ജോസഫിന്റെ നീക്കങ്ങൾക്ക് ചെയർമാൻ പച്ചക്കൊടി കാണിച്ചത് ശരിയായില്ല എന്നവർ ചൂണ്ടിക്കാട്ടി. ഒരു വേള വളരെ ക്രുദ്ധനായും ക്ഷോഭിച്ചുമാണ് സ്വതവേ സൗമ്യനായ ജേക്കബ് എബ്രഹാം പൊട്ടിത്തെറിച്ചത്. പണമുണ്ടെന്ന് കരുതി എന്ത് തീരുമാനവും എടുക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ആലപ്പുഴയിലെ പാർട്ടിയെ 2 പതിറ്റാണ്ടായി നയിക്കുന്ന തന്നെ അവഗണിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ അന്ത്യത്തിന് കാരണമാകുമെന്നും ജേക്കബ് എബ്രഹാം മുന്നറിയിപ്പ് നൽകിയതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. ജോസഫിന് മുൻപിൽ ആദ്യമായിട്ടാണ് ജേക്കബ് എബ്രഹാം ഇത്രമാത്രം ക്ഷോഭിച്ച് സംസാരിച്ചതെന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജില്ലാ ഭാരവാഹി ഞങ്ങളോട് പറഞ്ഞു. 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വകയിൽ 3 കോടിയിലധികം രൂപ തനിക്ക് കടബാധ്യതയുണ്ടെന്നും ഈ പാർട്ടിക്ക് വേണ്ടി ചത്തുകിടന്ന് പണിയെടുക്കുന്ന തന്നെ ഒഴിവാക്കി പുത്തൻ പണക്കാരനും പുത്തൻ കൂട്ടുകാരനുമായ ഒരാൾക്ക് കുട്ടനാട് സീറ്റ് പെയ്ഡ് സീറ്റായി നൽകാമെന്ന് വ്യാമോഹിക്കേണ്ടെന്നും അതിനായി മോൻസിനെ പോലുള്ളവർ ഒത്താശ ചെയ്യുന്നത് ചെയർമാൻ തിരിച്ചറിയണമെന്നും ജേക്കബ് എബ്രഹാം വ്യക്തമാക്കി. പക്ഷേ ജോസഫിനെ ചെന്ന് കണ്ട ശേഷമാണ് റജി ചെറിയാനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് ഔദ്യോഗികമായി ജോസഫ് വിഭാഗം അംഗീകരിച്ചത് എന്നുള്ളത് വലിയ വേദനയോടെയാണ് ജേക്കബ് എബ്രഹാമിനെ അനുകൂലിക്കുന്നവർ കാണുന്നത്. കുട്ടനാട് മേഖലയിൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ മുതൽ ഇന്നുവരെ മറ്റൊരു പാർട്ടിയിലും പോകാതെ ജോസഫ് വിഭാഗത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുകയും പാർട്ടി പ്രവർത്തനം നടത്തി സാമ്പത്തിക ബാധ്യത ഏറ്റുവാങ്ങുകയും ചെയ്ത ജേക്കബ് എബ്രഹാമിനെ തള്ളിക്കളഞ്ഞ് റജി ചെറിയാനെ പോലെ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംശുദ്ധിയില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പരാജയം ഉറപ്പാണെന്നും ആലപ്പുഴയിലെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കേരള കോൺഗ്രസുകാർ ഒന്നടങ്കം പാർട്ടി ചെയർമാനെ അറിയിച്ചു കഴിഞ്ഞു. പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം വീണ്ടും ഒരു പിളർപ്പിലെത്തി നിൽക്കുകയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.